കാട്ടാക്കട കൂന്താണി എള്ളുവിളയ്ക്ക് സമീപം വീടിനുള്ളിൽ വയോധികൻ മരിച്ച നിലയിൽ. എള്ളുവിളയിൽ രാജേന്ദ്രൻ 62 വയസ്സാണ് മരിച്ച നിലയിൽ കാണപ്പെട്ടത്. കുടുംബവുമായി അകന്നാണ് ജീവിക്കുന്നത്. ചെറിയ ഷെഡിനുള്ളിലാണ് താമസം. ലോട്ടറി കച്ചവടമാണ് ജോലി. കിള്ളി ജംഗ്ഷനിൽ ലോട്ടറി കച്ചവടം നടത്തുന്ന ആൾ 2 ദിവസമായിട്ടും രാജേന്ദ്രനെ കാണാനില്ലാത്തതിനാൽ അന്വേഷിച്ചു വന്നപ്പോഴാണ് മരിച്ച നിലയിൽ കാണപ്പെട്ടത്. ഉടൻ തന്നെ നാട്ടുകാരെയും പോലീസിനെയും വിവരം അറിയിക്കുകയും പോലീസ് സ്ഥലത്തെത്തി നടപടി സ്വീകരിച്ചു വരുന്നു. ഞങ്ങളുടെ സുഹൃത്തുക്കളാണ്. ഇങ്ങനെ ഞങ്ങൾ വർഷങ്ങളോളായുള്ള ഒരു പരിചയമാണ്. ബന്ധുക്കളൊന്നുമല്ല. ആ പരിചയത്തിനോട് ഈ അടുത്ത കാലങ്ങളിൽ എൻ്റെ കടയിലോട്ട് വരികയും വന്ന് അവിടെ ഇരിക്കുകയും ലോട്ടറി എടുക്കുകയും ഒക്കെയാണ്. പക്ഷേ 2 ദിവസം കൊണ്ട് പുള്ളിയെ കാണാനില്ല. അപ്പോൾ ഇന്നലെ ഞാൻ ഫോൺ വിളിച്ചിട്ടൊന്നും എടുത്തില്ല, ഇന്നും വിളിച്ചിട്ടെടുത്തില്ല. അപ്പോൾ എനിക്ക് സംശയം ഇങ്ങനെ ഈ വയ്യായ്മയുടെ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് തീരെ വയ്യായ്മയാണെങ്കിൽ തന്നെ ഈ റോഡിൽ വന്ന് എന്നോട് കാര്യങ്ങളൊക്കെ പറയും. എങ്കിൽ തന്നെ ഇന്നും കാണാത്തതുകൊണ്ട് എനിക്കൊരു സംശയം തോന്നി. ഞാനിങ്ങോട്ടൊരു 3 മണിക്ക് 3:30 അടുപ്പിച്ചായി ഞാനിങ്ങോട്ടൊന്ന് അതിൻ്റെ ഇത് ഒരു ഷീറ്റുണ്ട്, അത് മാറ്റി നോക്കിയതുകൊണ്ട് ഇതിൽ കവിഞ്ഞ് കിടക്കുകയാണ്. പിന്നെ ഞാൻ സ്റ്റേഷൻ അറിയിക്കുന്ന പറഞ്ഞാൽ മെമ്പറെ അറിയിച്ച് മെമ്പർ സ്റ്റേഷനിൽ വിളിച്ച് പറയും. അങ്ങനെയൊക്കെ ആവുന്നത്. പക്ഷേ നമ്മളുടെ സുഹൃത്താണ്. ഇങ്ങനെ ഭാര്യയായിട്ടൊക്കെ തുടങ്ങി ഒറ്റയ്ക്കൊക്കെയാണ് താമസം. അതുകൊണ്ടുള്ള മാനസികമായിട്ട് ശാരീരികമായിട്ടൊക്കെ ഉള്ള ബുദ്ധിമുട്ടിലാണ്. ഭാര്യയൊക്കെ പിരിഞ്ഞു പോയിട്ട് കുറേ വർഷമായി ഒറ്റയ്ക്കാണ് താമസം. തൊഴിലുറപ്പിന് വേറെ ഒരു സെക്യൂരിറ്റി ജോലിക്കാണ് പോണത്. അപ്പോൾ ഇടയ്ക്ക് വീടെന്തോ ഭാഗം വെച്ചതിന് ശേഷമാണ് ഷെഡ് കെട്ടി ഇപ്പുറത്തോട്ടൊക്കെ മാറിയത്. പോലീസ് വന്ന് നടപടിക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബോഡി ഇപ്പോൾ കൊണ്ടുപോകും. കുട്ടികളായിട്ട് ഇവിടെ ഇപ്പുറത്ത് സഹോദരി താമസമുണ്ട്. പിന്നെ ഒരു ഭാര്യയും മോളും മകനും ഉണ്ട്. അത് മലയും കീഴെന്തോ താമസമാണെന്ന് പറഞ്ഞത് അറിഞ്ഞൂടാ. ബാക്കി കാര്യങ്ങളൊക്കെ അല്ല, ഷുഗറും BP ഒക്കെ ഉണ്ട്. ഷുഗറും BP ഒക്കെ ഉണ്ട്. ഗുളിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണം. ഗുളിയൊക്കെ ഇരിക്കുകയുണ്ട്. പേർക്കൊക്കെ അറിയാം, തൊഴിലുറപ്പ് സ്ഥലത്തൊക്കെ പറയുമായിരുന്നെന്ന്. എനിക്ക് ഷുഗറുണ്ട്, BP ഉണ്ട്, ഗുളിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു. പിന്നെ വീടൊക്കെ വെക്കണം എന്നുള്ള ഒരു മോഹം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാനായിട്ട്. GTV ന്യൂസ്, കാട്ടാക്കട.